ഗൈസ്. സോ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇങ്ങനെ വ്ളോഗിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ സോങ്സ് ആയിട്ട് ഇട്ടായിരുന്നു. യെസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നത് നിങ്ങൾക്കൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് എനിക്ക് ഇന്ന് ഞാൻ മേടിച്ചൊരു സാധനം, അത് അൺബോക്സ് ചെയ്യാൻ പോവാണിത്. സോ എന്താ സാധനം എന്നുള്ളത് നമുക്ക് കാണാം. ഇതിവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇത് കുഞ്ഞി പിള്ളേരുടെ സാധനമല്ലേ, ഇതൊക്കെയാണോ ഇതിന് ഉപയോഗിക്കുക. പക്ഷെ എനിക്ക് ഇപ്പോഴും കുഞ്ഞി പിള്ളേരെ പോലെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു പാവകളുടെ എനിക്കിപ്പോൾ ചെറിയ മറ്റേ കിച്ചൺ സെറ്റ് കണ്ടു, പക്ഷെ ഇതൊക്കെ വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഇവർ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അൺബോക്സ് ചെയ്തത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ എന്തോ. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇതുണ്ടോ, വാട്ടർ കളർ. ഇത് 6 കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇതിനുള്ള ബ്രഷൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. വേസ്റ്റ്. ഓ മൈ ഗോഡ് ഗായ്സ്, ദ സ്കെയില് ഇവിടെ പല ഷേപ്പിലുള്ള സ്കെയില്, സർക്കിള്, സ്ക്വയർ, ഓവൽ, അങ്ങനത്തെ സൂപ്പർ വാട്ടർ കളർ സ്കെയില്. ഗായ്സ്, ഒരു പെൻസിലുള്ളൂ, സോറി 2 പെൻസിലുണ്ട്, 2 പെൻസിൽസ്. ഒരു പെൻസിലുണ്ട്, ഒരു ഇറേസർ, സെയിം ഇറേസർ, പിന്നെ എന്താ ഇങ്ങനെയുള്ള ബ്രഷ്, വാട്ടർ കളർ പെയിൻറ് ചെയ്യാനുള്ള ബ്രഷ്, കുഞ്ഞി ഷാർപ്പനർ, ബ്ലൂ കളർ, എല്ലാം ബ്ലൂ ആണ്. ഇത് ശരിക്കും 250 റേറ്റ്. ഞാൻ വലിയത് കണ്ടത് 140, സോറി 150 എനിക്ക് അത് വേണ്ട, ചെറുതാണ്. ഇത് വലുതായിരുന്നു കേട്ടോ, പിങ്ക് കളറായിരുന്നു. പിന്നെ ഇതാ കുഞ്ഞി നോട്ട്ബുക്ക് കണ്ടോ. നേരത്തെ ഇതിൻ്റെ തന്നെ സെയിം പിങ്ക് കളർ വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പിങ്ക് കളറായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ വീട്ടിൽ അത് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ വേണ്ടാന്ന് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. സോ അപ്പോൾ നമുക്ക് ഇതിലെത്രയായി. വാട്ടർ കളർ എനിക്ക് നല്ല ഇഷ്ടം. സാധാരണ ഈ ഒരു പിങ്ക് കളർ ഉണ്ടാവില്ല. ഇത് പിങ്കാണ്, കാണാം. ഓക്കെ, പിങ്കാണ്. സോ പിങ്ക് കളർ ഉണ്ടാവാറില്ല, പക്ഷെ ഇതിൽ പിങ്ക് ഉണ്ട്. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് വെട്ടായിട്ട് കാണാൻ പറ്റില്ല അല്ലേ, വെച്ചാലും. യെസ്, നിങ്ങൾ എൻ്റെ ആദ്യത്തെ വ്ളോഗ്, പക്ഷെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ എടുക്കണേ. ബട്ട് എനിക്കൊരു പെർഫെക്ഷൻ ഉണ്ടല്ലോ. അത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തരാം. ഇതിലുള്ളത് ഇതിൻ്റെ ഔട്ടറാണ്. ഇതിൻ്റെ ബാക്ക് നോക്കട്ടെ, അതിൻ്റെ ഗ്രേ കളറിൽ കൊടുത്തേക്കും. നല്ല ഇഷ്ടമായത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു കവറിലാണ് ഇതിൽ വന്നത്. ഇത് 2 വേസ്റ്റാണ്. പിന്നെ സ്കെയില്, ഞാൻ പറഞ്ഞില്ല, ഷേപ്സ് ഒക്കെ ഉള്ള സ്കെയില്, വാട്ടർ കളറിൻ്റെ പാലറ്റ് അല്ല, ഇങ്ങനെ ഇരിക്കണ ഒരു ബുക്ക്, വരയ്ക്കാനുള്ള ബുക്ക്. പക്ഷെ ഇത്രയും പേജസ് ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വരച്ചിട്ട് എൻ്റെ മാളിയിട്ട് ഇതിൽ ഒട്ടിച്ച് വയ്ക്കും. പിന്നെ ഒരു
വാട്ടർ കളറിനുള്ള ബ്രഷ് ബ്ലൂ കളർ, പിന്നെ 2 പെൻസിൽസ് വരയ്ക്കാം. 2 സൈഡ് ഷാർപ്പൻ ചെയ്യാൻ പറ്റും ഗൈസ്. വാവ്, നോക്കൂ ഗൈസ്, 2 സൈഡ് ഷാർപ്പൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇറേസർ, ഷാർപ്പനറിൽ ആ പിക്ചറില്ല. സോ ഇതാണ് എൻ്റെ വീഡിയോ. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയാം, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, കുറേ മാസങ്ങളായിട്ടുള്ളൂ, വർഷങ്ങളായിട്ടില്ല. കാരണം ഈ വർഷം ജനുവരി എപ്പോഴും ഈ വർഷം തന്നെ എപ്പോഴും കഴിഞ്ഞ വർഷം എപ്പോഴും ഇട്ടിട്ടുണ്ട്. സോ ഈ വർഷം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ടാബ് തിരിച്ച് കിട്ടിയതേ ഉള്ളൂ. ക്ലാസ് തുറക്കുമ്പോൾ എടുത്ത് വയ്ക്കും, ക്ലാസ് ഇല്ലാത്ത സമയത്ത് അത് ക്ലാസ് തുറക്കുമ്പോൾ എടുത്ത് വയ്ക്കും, ക്ലാസ് ഇല്ലാത്ത സമയത്ത് അത് തരും. ഇപ്പോൾ വെക്കേഷനിൽ 1.5 മാസം ഉണ്ടാവുള്ളൂ. 9th May 18th തുറക്കും. പാസ്സാവണേ, ഞാൻ പാസ്സാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. കാരണം എനിക്ക് പേടിയാണ്, പാസ്സായില്ലെങ്കിൽ എൻ്റെ സ്കൂൾ മാറ്റും. പരീക്ഷയൊക്കെ നല്ലോണം എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ടെൻഷൻ. ഈ മാത്സൊക്കെ എനിക്ക് ഇച്ചിരി പേടിയാണ്. അപ്പം മാത്സിൽ അത്യാവശ്യം മാർക്ക് പാസ്സാവുന്നുണ്ട്, പക്ഷെ വലിയ മാർക്ക് ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കാനും പിന്നെ 9th പോകാനും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.